അല്ല അദ്ദേഹം എന്നെ പുറത്താക്കാനായിട്ട് അങ്ങനെ ഒരു ഉത്സാഹം കാണിച്ചതായിട്ട് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ആരോപിച്ചിട്ടുമില്ല. ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുമില്ല. പ്രസിഡന്റ് സ്ഥാനം ആരാണോ അമ്മയുടെ പ്രസിഡന്റ് അന്ന് വിളിച്ചു വരുത്തിയ ഉത്സാഹം. പക്ഷേ അവിടെ ഒരു കാര്യമുള്ളത്, പ്രസിഡന്റിനാണ് അവിടെ സർവാധികാരം എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ എൻ്റെ അച്ഛൻ്റെ വിഷയത്തിലൊക്കെ പുള്ളി ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു കണക്ഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ആരോപിക്കാം. പക്ഷേ അതിനകത്ത് എനിക്ക് ആരോപിക്കാനായിട്ട് മാത്രം അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെയും പറഞ്ഞിട്ടുള്ളൂ, എവിടെയും പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അമ്മ എക്സിക്യൂട്ടീവിലുള്ള വനിതാ അംഗങ്ങൾ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാതെ സ്വാഭാവികമായും അവരല്ലേ ഇതിനകത്തൊരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്? സാർ, അത് ഒരു അനാവശ്യ ചോദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ചു, വനിതാ അംഗങ്ങളെന്ന് പറയുന്ന നമ്മളെല്ലാവർക്കും ഒരു തൻ്റെ ഇടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. ഇപ്പോൾ അങ്ങനെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അത്യാവശ്യം തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് പോലും ഭയത്തോടു കൂടിയാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ പവർ എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ എന്നെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന, അല്ലെങ്കിൽ 2018 ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം സംഘടനയിൽ എത്രയോ ആളുകൾ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള, എൻ്റെ ആത്മമിത്രങ്ങളായിട്ടുള്ള പല ആൾക്കാരുടെയും മക്കളുടെയും ഒക്കെ കല്യാണം നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോലും നടന്നിട്ടുണ്ട്. അതിലൊരു നടൻ്റെ ആയിട്ട് ഞങ്ങൾ പല സെറ്റുകളിലും ഒരു കട്ടിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ അത്ര ഇൻറ്റിമസി ഉള്ളൊരു നടനാണ്. ഞാൻ ആളുടെ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കുക, അവരെൻ്റെ അത്ര സുഹൃത്താണ്. എന്തിനാണ് ഞാനങ്ങനെ ഒരു കുറ്റമായിട്ട് ആരോപിക്കുകയല്ല. പക്ഷേ അവരെ ഞാൻ അവനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല. പക്ഷേ അവരുടെ മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പോലെയോ അല്ല മോളെ പോലെയുള്ള ആൾക്കാരാണ്. എന്നെ ആ കല്യാണത്തിൽ നിന്ന് വിളിക്കാതെ വന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളത്. ഞാൻ അതിന് മാത്രം ഇവനോടൊക്കെ എന്താ തെറ്റ് ചെയ്തത്? അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ നിർദ്ദേശം, അവനെ ഒരു കാര്യത്തിനും അടുപ്പിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, അവിടെ എത്ര കൊച്ചിയിൽ എന്തുമാത്രം ഫങ്ഷൻസ് നടക്കുന്നു, ചാനലുകളുടെയും അതിൻ്റെ. എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുപോലെ മറ്റേ പണ്ട് CCL ക്രിക്കറ്റ് ലീഗ് നടന്നു, അവിടെ എവിടെയെങ്കിലും എനിക്ക് സീറ്റ് തന്നെ എവിടെയാണെന്നറിയാം? ഗാലറിക്കകത്താണ്, ജനങ്ങളുടെ കൂടെ. പക്ഷേ 2020 എന്ന് പറയുന്ന സിനിമയിൽ പ്രധാന വില്ലൻ വേഷം ചെയ്തത് ചേട്ടനാണ്. അതെനിക്ക്